വൺ പീസിൽ ഏറ്റവും വലിയ റിമൈനിങ് മിസ്റ്ററീസിൽ ഒരെണ്ണമാണ് ലൂഫിയുടെ റിയൽ ഡ്രീം എന്താണെന്നുള്ളത്. പൈററ്റ് കിങ് ആവുക എന്നത് ലൂഫിയുടെ ഫൈനൽ ഡ്രീം അല്ല. പൈററ്റ് കിങ് ആയാൽ മാത്രമേ ആ ഡ്രീം അക്കോംപ്ലിഷ് ചെയ്യാൻ കഴിയൂ എന്നാണ് ലൂഫി പറയുന്നത്. അപ്പോൾ ആ ഇംപോസിബിൾ ഡ്രീം എന്താണ്? ഈ തിയറി പ്രകാരം ലൂഫിയുടെ യഥാർത്ഥ ഡ്രീം എൻറ്റയർ ഗ്രാൻഡ് ലൈൻ അല്ല, എൻറ്റയർ സ്പേസ് എക്സ്പ്ലോർ ചെയ്യുക എന്നതാണ്. അതെ, ലൂഫിയുടെ ഡ്രീം ഒരു സ്പേസ് പൈററ്റ് ആവുക എന്നതാണ്. ഇതിന്റെ ഫസ്റ്റ് ക്ലൂ ലൂഫി ഈ ഡ്രീം കണ്ട ഏജ് തന്നെയാണ്. ഏസിനോടും സാബോയിനോടും തന്റെ ഡ്രീം പറയുമ്പോൾ ലൂഫിക്ക് 7 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഇതേ ഡ്രീം പണ്ട് റോജർ വൈറ്റ് ബിയർഡിനോട് പറഞ്ഞപ്പോൾ അത് വെറും ഒരു ചൈൽഡിഷ് ഡ്രീം ആണെന്നാണ് വൈറ്റ് ബിയർഡ് റോജറിനോട് പറഞ്ഞത്. അതായത് ഈ ഡ്രീം വളരെ ഗ്രാൻഡ് ആണെങ്കിലും അതിനൊരു ചൈൽഡ് ലൈക്ക് സിംപ്ലിസിറ്റി ഉണ്ട്. കുട്ടികളുടെ വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ഡ്രീംസിൽ ഒന്നാണ് ഞാൻ വലുതായാൽ എനിക്ക് അസ്ട്രോണറ്റ് ആവണം, സ്പേസിൽ പോകണം, മൂണിൽ പോകണം, സ്റ്റാർസ് കാണണം എന്നൊക്കെ ഉള്ളത്. നമുക്കറിയാം ലൂഫി ഫ്രീഡത്തിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുവെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു അവസാനവുമില്ലാത്ത യൂണിവേഴ്സ് ഒരു സ്പേസ് പൈററ്റായി എക്സ്പ്ലോർ ചെയ്യുന്നതിനേക്കാൾ വലിയ ഫ്രീഡം വേറെ എന്തുണ്ട്? കാരണം ഒരു കാര്യം ഉറപ്പാണ്, എർത്തിലുള്ള എല്ലാ ഐലൻഡും എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ലൂഫിയുടെ ക്യൂരിയോസിറ്റി അവസാനിക്കാൻ പോകുന്നില്ല. ലൂഫിന്റെ ഡ്രീം ഇതുപോലത്തെ ഒരു ക്രേസി ഡ്രീം ആയിരിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ലൂഫി ഈ ഡ്രീം പറഞ്ഞപ്പോൾ ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സിന്റെ റിയാക്ഷൻസ് ആണ്. ചോപ്പർ ആണെങ്കിൽ ഒരു വളരെ ഫ്യൂച്ചറിസ്റ്റിക് അഡ്വഞ്ചറിനെ കുറിച്ച് കേട്ടതുപോലെ കംപ്ലീറ്റ്ലി എക്സൈറ്റഡ് ആണ്. ടെക്നോളജീനെ സ്നേഹിക്കുന്ന ഫ്രാങ്കിക്ക് ഈ ഡ്രീം ഇൻസ്റ്റന്റ്ലി ഇഷ്ടപ്പെടും. കാരണം ലൂഫിയെ സ്പേസിലേക്ക് കൊണ്ടുപോകാൻ 1000 സണ്ണിയെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സ്പേസ്ഷിപ്പ് ആക്കി മാറ്റേണ്ടത് ഫ്രാങ്കി ആയിരിക്കും. നാമി അതേസമയം കുറച്ച് വെറീഡ് ആണ്. കാരണം കടല് നാവിഗേറ്റ് ചെയ്യുന്ന പോലെയല്ല സ്പേസ് നാവിഗേറ്റ് ചെയ്യുന്നത്. ഊസാപ്പ് അതേസമയം അത് ഇമ്പോസിബിൾ ആണെന്നാണ് പറയുന്നത്. മറ്റൊരു വശത്ത് സാഞ്ചി ലൂഫിക്ക് വട്ടാണോ എന്ന് വരെ ചോദിക്കുന്നുണ്ട്. പല തിയറീസും പറയുന്ന പോലെ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി നടത്തണം എന്നാണ് ലൂഫിയുടെ ഡ്രീമെങ്കിൽ ഇതുപോലെ പല പല വ്യത്യസ്ത റിയാക്ഷൻ ഉണ്ടാവില്ല. അതേസമയം എനിക്ക് യൂണിവേഴ്സ് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് ലൂഫി പറഞ്ഞിരുന്നെങ്കിൽ ദീസ് റിയാക്ഷൻസ് മേക്ക് സെൻസ്. നമുക്കറിയാം വോയിഡ് സെഞ്ചുറിന്റെ സമയത്ത് എഗ് ഹെഡിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെയെങ്കിൽ 900 ഇയേഴ്സിന് മുമ്പ് സ്പേസ് ട്രാവലും പോസിബിൾ ആയിരുന്നിരിക്കാം. ചിലപ്പോൾ ഈ ടെക്നോളജി ഒക്കെ ഇപ്പോഴും എവിടെയെങ്കിലുമൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ആ ടെക്നോളജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ലാഫ് ടെയിലിൽ കിട്ടുമായിരിക്കാം. പക്ഷേ ഈ തിയറി ശരിയാവാനുള്ള ബിഗ്ഗസ്റ്റ് എവിഡൻസ് ലൂഫിയുടെ ക്യാരക്ടർ തന്നെയാണ്. ലൂഫി പൈററ്റ് കിങ് ആവും, വേൾഡ് ഗവൺമെന്റിനെ ഡിഫീറ്റ് ചെയ്യും, ബ്ലാക്ക് ബിയർഡിനെയും ഈമുവിനെയും ഡിഫീറ്റ് ചെയ്യും, വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് പാർട്ടി നടത്തും. പക്ഷെ അതിനൊക്കെ ശേഷം എന്ത്? ലൂഫി പൈററ്റ് പണിയൊക്കെ നിർത്തിയിട്ട് ഈസ്റ്റ് ബ്ലൂയിൽ പോയിട്ട് ഒരു സാധാരണ ജീവിതം നയിക്കാൻ തുടങ്ങും? ഒരിക്കലുമില്ല. അഡ്വഞ്ചർ ഇല്ലാത്തൊരു നോർമൽ ലൈഫിൽ ലൂഫി ഒരിക്കലും ഫിറ്റ് ആവില്ല. എർത്ത് മുഴുവൻ എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം ബാക്കി ഒരേ ഒരു ഡെസ്റ്റിനേഷനെ ബാക്കിയുള്ളൂ, ദാറ്റ് ഈസ് സ്പേസ്. അതുകൊണ്ട് വൺ പീസ് അവസാനിക്കുന്നത് സ്ട്രോ ഹാറ്റ്സിന്റെ ജേർണി അവസാനിക്കുന്നതോടെയല്ല, പകരം ഇതിനേക്കാൾ വലിയൊരു അഡ്വഞ്ചറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരിക്കും. ഗോൾഡ് റോജർ ദ ഗ്രേറ്റ് പൈററ്റ് എറയ്ക്കാണ് തുടക്കമിട്ടെങ്കിൽ ലൂഫി തുടക്കമിടാൻ പോകുന്നത് ദ ഗ്രേറ്റ് സ്പേസ് പൈററ്റ് എറ ആയിരിക്കും. വൺ പീസിന്റെ ഫൈനൽ സീൻ ഒരു എൻഡിങ് അല്ല, പകരം സ്പേസിലേക്കുള്ള സ്ട്രോ ഹാറ്റ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത തവണ കാണുന്നവരെ പീസ്.